ചത്തുമണ്ണായിടും മർത്തൃനേതാക്കളോ, ചത്തുമണ്ണായിടും മർത്തൃനേതാക്കളോ, ഒത്തുവസിച്ചവർ ഓർത്തു നിരാശരാ, ഒത്തുവസിച്ചവർ ഓർത്തു നിരാശരാ. രക്ഷകനേ, നിന്റെ പക്ഷമായി ഞാൻ ഈ ക്ഷിതിയിൽ നിശ്ചയമായി നിശ്ചയമായി നിൽക്കുമെന്നായുസിൻ നാളുകളെല്ലാം, നിൽക്കുമെന്നായുസിൻ നാളുകളെല്ലാം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ BT രവി സീതത്തോട്. മോർണിംഗ് വോയിസിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സകല ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും. ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മകൾ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ ശ്രദ്ധിക്കാം. രാവിലത്തെ ധ്യാനചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനേക അവകാശ പ്രഖ്യാപനങ്ങളെ സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇങ്ങനെ നിരവധി അവകാശ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രസക്തവും ശക്തമായ ഒരു പ്രഖ്യാപനമാണ് ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നുള്ളത്. ലോകത്തിൽ അനേക ഇടയന്മാരെ കാണുവാൻ കഴിയുന്നുണ്ട്. അവരാരും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ നല്ല ഇടയനാകുന്നു. ഒരിക്കലും അവർക്ക് പറയുവാൻ സാധിക്കത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം അവകാശപ്പെട്ട ഒന്നാണ് ഞാൻ നല്ല ഇടയൻ എന്നുള്ളത്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ഇത് പ്രഖ്യാപിക്കുന്നത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനസമൂഹത്തെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്നുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തെറ്റിപ്പോയ ആടിനെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം. പഴയ നിയമ തിരുവെഴുത്തുകളിലും സുവിശേഷങ്ങളിലൊക്കെ കാണുവാൻ കഴിയുന്നത് ജനത്തെ ആടുകളോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം യഹോവ എൻ്റെ ഇടയനാകുന്നു. 79-ാം സങ്കീർത്തനം 13-ാം വാക്യം എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. 80-ാം സങ്കീർത്തനം 1-ാം വാക്യം ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തി എന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യമെന്ന് പറയുന്നത് നാം എല്ലാം ആടുകൾക്ക് തുല്യമായാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആടുകളുടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഏത് സമയം തെറ്റിപ്പോകാവുന്ന ഒരു മൃഗമാണ് ആടെന്ന് പറയുന്നത്. തെറ്റിപ്പോന്ന ആടിനെ പോലെ ആദാമ്യ പാപം നിമിത്തം ലോകത്തിലെ സകല മനുഷ്യവർഗം തെറ്റിപ്പോയവരായിരുന്നു. 1 പത്രോസ് 2:25 നിങ്ങൾ തെറ്റിയിടുന്ന ആടുകളെ പോലെയായിരുന്നു. യെശയ്യാപ്രവചനം 53:6 നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരഞ്ഞിരുന്നു. തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ പാവവഴികളിൽ പാപത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിക്കുന്നവരാണ് ജനസമൂഹമെന്നാണ് കാണുവാനായി കഴിയുന്നത്. ആ പാപത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യവർഗത്തിൻ്റെ ജീവിത അവസാനം എന്ന് പറയുന്നത് നിത്യ ന്യായവിധിയിലേക്കാണ്, നിത്യനാശത്തിലേക്കാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കുകയാണ്. നമ്മുടെ സ്വയമായ പ്രവൃത്തികൾ കൊണ്ടോ ദാനകർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ തീർത്ഥാടനങ്ങൾ കൊണ്ടോ മറ്റ് എന്തെങ്കിലും മാർഗങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മെ തന്നെ രക്ഷിപ്പാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ സ്നേഹവാനായ ദൈവം തെറ്റിപ്പോന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി ഒരു വഴിയൊരുക്കി, ഒരു മാർഗമൊരുക്കി. അതാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യ സമൂഹത്തെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും
പാപാവസ്ഥയിൽ നിന്ന് വിടുവിച്ച് രക്ഷിപ്പാനായി കടന്നു വന്ന ഏകലോക രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിക്കുവാൻ ഇടയാത്തിരുന്നത്. പത്രോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 24 വാക്യം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന് മേൽ കയറി അവൻ്റെ അണിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വായിക്കുവാൻ കഴിയുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 4 വാക്യം, സാക്ഷാൽ നമ്മുടെ രോഗത്തെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചു വടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അണിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്തൃദിവസത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ നാം ഓർക്കുകയാണല്ലോ. നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിക്കുവാനിടയെ തരുന്നത്. യേശു ക്രിസ്തു രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. തെറ്റിയൊഴിയുന്ന നാടുകളെപ്പോലെ ജീവിച്ച നമ്മെ രക്ഷിപ്പാൻ, നമുക്ക് നിത്യജീവൻ തരുവാൻ, പാപമോചനം തരുവാൻ, അനുഗ്രഹീതമായ ജീവിതം തരുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കാതെ, വീണ്ടെടുപ്പുകാരനായി അംഗീകരിക്കാതെ ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷകനും നല്ല ഇടയനുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.